ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കുകളായ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സും ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മുമ്പിൽ ഇപ്പം ഉള്ളത് വെച്ചാൽ നമ്മളുടെ മോഡൽ എക്സാം 2024 ഇപ്പം കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇത് നമുക്കിത് ചോദിച്ചിട്ടുള്ളത് ഇത് പാർട്സ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് ചോദിച്ച ചോദ്യമാണ്. ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് ചോദിച്ച ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്താണ് നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. ഓക്കെ, 2 ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ 2 ഫംഗ്ഷൻ്റെയും ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ്. ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് നമുക്ക് നോക്കാമല്ലോ. ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, ജി ഓഫ് എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇൻ്റഗ്രൽ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ വരുമ്പോൾ ഡി എക്സ് വരും മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇവിടെ ഒരു ഡി ബൈ ഡി എക്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ ഡി. ഓക്കെ, അപ്പോൾ എന്താ ഓക്കെ, അപ്പോൾ 2 ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റിന് ഇൻ്റഗ്രൽ എടുക്കാൻ നമ്മൾ എന്താ ചെയ്യല്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഹോൾ ഇൻ്റഗ്രൽ ഓഫ് പിന്നെ അതിന് ശേഷം ബ്രാക്കറ്റിനുള്ളിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ് അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കും. അതാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് 2 ഫംഗ്ഷൻ വരുമ്പോൾ ഇവിടെ 2 ഫംഗ്ഷൻ ഇല്ലേ, അപ്പോൾ ഇതിൽ ആരാണ് ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ആണ് എടുക്കേണ്ടതെന്ന് നമുക്ക് ഡൗട്ട് വരും. പക്ഷെ അങ്ങനെ ഡൗട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഓൾറെഡി ഒരു ഫോർമുല ഉണ്ട്. ഇതിൽ ആരാ ഫസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടില്ല. ഒരു കോഡാണ് ഐലൈറ്റ് ആണ് ഈ കോഡ്. ഓക്കെ, ഐ എന്താണ് ഇൻവേഴ്സിനെയാണ്, അതായത് കോസ് ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് അവരാണെന്നുണ്ടെങ്കിൽ അവരാണ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. ഇൻവേഴ്സ് കഴിഞ്ഞാൽ ലോഗരിതം ഫംഗ്ഷൻസ്, അതിനുശേഷം ആൾജിബ്രായിക് ഫംഗ്ഷൻസ്, പിന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് സൈൻ കോസ് ടാൻ. ആൾജിബ്രായിക് ഫംഗ്ഷൻസ് വരുമ്പോൾ എക്സ് സ്ക്വയർ അങ്ങനെ പോളിനോമിയൽസ് അതെല്ലാം വരും. പിന്നെ ലാസ്റ്റ് എക്സ്പോണൻഷ്യൽ. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുക എക്സ് കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എഴുതല് എക്സ് എന്താ ഇവിടെ എക്സ് ഒരു ആൾജിബ്രായിക് ഫംഗ്ഷനാണ്. ഓക്കെ, കോസ് എക്സ് എന്താ, ഇത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. അപ്പോൾ ഐലൈറ്റ് അല്ലേ ഫസ്റ്റ് ഏതായിരുന്നു, ഫസ്റ്റ് ആൾജിബ്രായിക് വരത്ത്. ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റ് ഓർഡർ എഴുതുമ്പോൾ ഫസ്റ്റ് എന്താണ് എക്സ് തന്നെയാണ് വരത്ത്. ഓക്കെ, നമുക്ക് അറിയാം നമ്മളെ ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഹോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ്. അത്രയുള്ള ഈസി. പിന്നെ എക്സ്, അപ്പോൾ ഇതിൻ്റെ ഇതെന്തായിട്ടല്ലേ എക്സ് കിട്ടും. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്താ സൈൻ എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ആണ്, കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ എക്സ് കിട്ടും. ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്താ മൈനസ് ആണ്, മൈനസും പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു സി കിട്ടും. ഓക്കെ, എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി. ഓക്കെ, ഈസി ആയിരുന്നില്ലേ. അതേപോലെ തന്നെ സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ഫസ്റ്റ് എടുക്കേണ്ട ആൾജിബ്രായിക് ആണ്, പിന്നെയാണ് ട്രിഗണോമെട്രിക് എടുക്കേണ്ടത്. അങ്ങനെ എടുക്കുമ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽസ് എല്ലാം നമ്മൾ ബേസിക്സ് എല്ലാം പഠിച്ചു വെക്കണം. സൈൻ 3xൻ്റെ ഇൻ്റഗ്രൽ എന്താ, സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സിൻ്റെ അവരുടെ 3x വന്നിട്ടില്ല. 3x വരുമ്പോൾ നമ്മൾ 3xന് നമ്മൾ
ഇൻറ്റഗ്രേറ്റ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടല് മൈനസ് കോസ് 3x/3 ആ കിട്ടല്. ഓക്കെ, ഇവിടെ അതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മളത് ഇൻറ്റഗ്രലിൻ്റെ പുറത്തേക്ക് വിതിടുമ്പോൾ അത് പ്ലസ് വരും. പിന്നെ അപ്പോൾ cos 3x സൈൻസ് 3x വീണ്ടും 1/3 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ആൻസർ കിട്ടും. അപ്പോൾ സൈൻ 3xൻ്റെ ഇൻ്റഗ്രലിൽ എങ്ങനെയാണ് മൈനസ് കോസ് 3x/3 വന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു എന്താണ് ax+b ഫോർമാറ്റിലുണ്ടെങ്കിൽ എങ്ങനെയാ എന്ത് വന്നാലും നമ്മൾ 1/a ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് നോർമലി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇവിടുത്തെ a വെച്ചാൽ 1/3 ആണ്. അപ്പോൾ 1/3 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് നമ്മൾ ഫസ്റ്റ് ചെയ്ത വീഡിയോസിലെല്ലാം ഇന്ന് ബേസിക്സ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഈ വീഡിയോ ഇട്ടതിൻ്റെ ബാക്കിയുള്ള ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് ഈ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ ആൻസർ വന്നത് സെറ്റല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മളോട് ചോദിക്കുന്നു. ലോഗ് എക്സ്, പക്ഷേ ഇവിടെ എന്താണ് ലോഗ് എക്സിന് മാത്രം നമുക്ക് 1/xൻ്റെ ഇൻ്റഗ്രൽ ലോഗ് എക്സ് ആണ് അറിയാം. പക്ഷെ ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയില്ല. അപ്പോൾ ലോഗ് എക്സിന് നമ്മൾ എങ്ങനെ ആക്കിയിട്ട് എഴുതും? ലോഗ് എക്സ് ഇൻറ്റു 1. ലോഗ് എക്സ് വെച്ചാൽ ലോഗ് എക്സ് ഇൻറ്റു 1 അല്ലേ. ഓക്കെ, ഇനി നമ്മൾ അവിടെ ഹൈലൈറ്റ് ഉപയോഗിക്കും. ഹൈലൈറ്റ് ഓക്കെ, 1 വെച്ചാൽ ആൽജിബ്രൈക്ക് ആണ്. ലോഗരിതമിക് അല്ലേ ഫസ്റ്റില്ലേ, പിന്നെ അല്ലേ ആൽജിബ്രൈക്ക് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ലോഗ് തന്നെയാണ് വരുന്നത് അല്ലേ, നോ ഡൗട്ട്. ഫസ്റ്റ് ലോഗ് തന്നെ വരും. അപ്പോൾ ലോഗ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്താണ് 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ലോഗ് എക്സ് തന്നെ മൈനസ് d/dx ലോഗ് എക്സ് 1/x 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് കേട്ടാൽ ഇവിടെ 1 വരും. ഓക്കെ, അപ്പം എന്തുണ്ടാവില്ലേ എക്സ് ലോഗ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ വീണ്ടും വരും, ഇങ്ങനെ വരും. സെറ്റല്ലേ. വേണമെങ്കിൽ അത് നമുക്കൊരു ഇതായിട്ട് സ്റ്റാൻഡേർഡ് ഫോർമുല ആയിട്ട് തന്നെ വേണമെങ്കിൽ പഠിക്കാം. ലോഗ് എക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ വെച്ചാൽ എക്സ് ലോഗ് എക്സ് മൈനസ് 1, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇൻറ്റു 1 വെച്ചിട്ട് ചെയ്താൽ നമുക്ക് സെറ്റാക്കി എടുക്കാം. അതുപോലെ തന്നെയാണ് ഇങ്ങനെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ചോദിച്ചാലും ഒറ്റ ഒരാളെ ഇത് ഇൻ്റഗ്രൽ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചോദിച്ചാൽ ടാൻ എക്സിൻ്റെ ചോദിച്ചാൽ നമുക്കിപ്പോൾ ഏതാണുണ്ട് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു 1 ചെയ്തിട്ട് നമ്മൾ ഹൈലൈറ്റ് ഉപയോഗിച്ചിട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് തന്നെ എടുത്ത് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനെ ചെയ്യേണ്ടത് നോക്കി വെച്ചോ. ഇനിയാണ് നമ്മളുടെ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഇൻ്റഗ്രൽ ഓഫ് e⁻x sin x dx. നമ്മൾ മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അതിനു മുമ്പിൽ കുറേ പേപ്പേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക ഇപ്പം? ഓക്കെ, നമ്മൾ ഹൈലൈറ്റ് ഫസ്റ്റ് തന്നെ എഴുതിയേക്കും. ഹൈലൈറ്റ് നമ്മൾ അതിൽ ആരൊക്കെ ഉണ്ട്? ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉണ്ട്, ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്. ആരാ മുമ്പിലുണ്ടാവല്? ട്രിഗ്നോമെട്രിക്കാ മുമ്പിലുണ്ടാവല്, പിന്നെയാണ് എക്സ്പോണൻഷ്യൽ. ഓക്കെ, അപ്പോൾ പക്ഷേ ഈ കേസിൽ നമുക്കിപ്പോൾ e⁻x sin x dx വരുമ്പോൾ നമ്മൾ മറ്റെങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഈ രീതിയിൽ ചെയ്താലും ആൻസർ സെയിം തന്നെയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഡൗട്ട് അടിക്കാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുത്തിട്ടുള്ളത് ആരാണ്? e⁻x എടുത്തിട്ടുള്ളത്. പക്ഷേ അത് കുഴപ്പമില്ല, കാരണം e⁻x ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്ന കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷെ എന്ത് വന്നാലും നമ്മൾ ഹൈലൈറ്റ് തന്നെ ഫോളോ ചെയ്തോ. പക്ഷെ എൻ്റെ ഇപ്പോൾ നോട്ടിപ്പം ഇങ്ങനെയുള്ളത്, പക്ഷെ അത് മൈൻഡ് ആക്കേണ്ട, നിങ്ങൾ മറ്റേ രീതിയിൽ തന്നെ ട്രൈ ചെയ്തോ. കാരണം ആൻസർ രണ്ടിൻ്റെയും സെയിം ആയിരുന്നു. e⁻x ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെയും നമ്മളുടെ ഇങ്ങനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പം ഓർഡർ നോക്കണ്ട എന്നൊരു കേസാണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് അത് കുഴപ്പമില്ല, ആൻസർ രണ്ടും സെയിം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് e⁻x ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾ നേരെ തിരിച്ചിട്ട് എടുത്താലും മതി, ആൻസർ സെയിം ആയി വരുന്നു. ഓക്കെ, ആൻസർ സെയിം തന്നെയാണ് വരുന്നത്, അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പക്ഷെ എന്നാലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഹൈലൈറ്റ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ d/x ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ, അപ്പോൾ e⁻x ഉണ്ടാവും, ഇൻ്റഗ്രൽ ഓഫ് sin x dx മൈനസ് cos x ഉണ്ടാവും. ഓക്കെ, ഇൻ്റഗ്രൽ e⁻x ഇൻറ്റു മൈനസ് cos x ഇവിടെ വരും.
പിന്നെ വീണ്ടും നോക്കുമ്പോൾ e⁻x ഒരുമിച്ച് മതി, e⁻x cos x dx. ഇപ്പോൾ ഇവിടെ വീണ്ടും കണ്ടിട്ടില്ല. ഇവിടെ എന്താ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ വീണ്ടും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ എന്താണ് പ്രൊഡക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ? രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഹെൻസ് വീണ്ടും നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യേണ്ടതാണ്. അപ്ലൈയിങ് ഇൻ്റഗ്രേഷൻ ഓഫ് പാർട്സ്, അഗെയിൻ അപ്ലൈയിങ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും വീണ്ടും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഈ ഭാഗത്ത് മാത്രമല്ല, ഈന് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അവിടെ അപ്പോൾ ഇതില്ലേ, ഈ സംഭവം നമ്മളിവിടെ സേഫാക്കി വെക്കുക. ഓക്കെ, ഈ സംഭവം നമ്മളിവിടെ സേഫാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ dx. നമ്മളത് ചെയ്യുന്നത് നമുക്ക് ഇത് സെയിം തന്നെയാണ്. e⁻x cos x-ൻ്റെ sin x ആണ്. ഇവിടെ വരുമ്പോൾ e⁻x ഉണ്ടാവും, cos x-ൻ്റെ sin x ആണ്. ഇത് കാണുമ്പോൾ എന്തെങ്കിലും ഫെമിലിയർ ആയിട്ടുണ്ടോ? എന്താണ്? ദിസ് ഇസ് സെയിം ആസ് ഐ അല്ലേ? ഇത് ഐ അല്ലേ? നമുക്ക് ഐ തന്നെ കിട്ടിയിട്ടില്ല. ഓക്കെ, അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. e⁻x ഒരു ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഐ റിപ്പീറ്റ് ചെയ്യും. ട്രിഗ്നോമെട്രിക്ക് വരുമ്പോൾ ഐ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഐ ആയിട്ട് എഴുതാം. മൈനസ് ഐ വരും ഇവിടെ. മൈനസ് ഐ തന്നെ എടുത്ത് അത് സൂക്ഷിക്കണം. മൈനസ് ഐ വരും. അപ്പോൾ ഐ ഇപ്പുറത്തേക്ക് പോയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഐലൈറ്റ് തന്നെ ഫോളോ ചെയ്യണം. അതായത് എങ്ങനെയാണ് sin x ൻ്റെ e⁻x വെച്ച് ചെയ്താലും മറ്റെങ്ങനെ ചെയ്താലും ആൻസർ ഇസ് കറക്റ്റ് ഈദർ വേസ്. ഓക്കെ, അതിന് നോ ഡൗട്ടാണ്. പക്ഷെ നിങ്ങൾ ഓർഡർ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, നോട്ടിങ്ങനെ ആയത് ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഇപ്പുറത്തുണ്ടായ എന്താണ് മൈനസ് ഐ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് പ്ലസ് ഐ ആയി. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് ആരാണ്? ഇതാ e⁻x cos x, e⁻x sin x ഉണ്ട്. e⁻x കോമൺ എടുത്താൽ എന്താണ് മൈനസ് cos x പ്ലസ് sin x ഉണ്ടാവും. അപ്പോൾ ഇത് 2i ആയി, ഇവരിങ്ങനെയായി. അപ്പോൾ അതിനെ മാത്രമാക്കിയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് പ്ലസ് സി. ദാറ്റ്സ് ആൻസർ. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ ആൻസർ സെയിം തന്നെയാണ്. e⁻x ഫസ്റ്റ് എടുത്താലും sin x ഫസ്റ്റ് എടുത്താലും രണ്ടിൻ്റെ ആൻസർ സെയിം ആണ്. പക്ഷെ നിങ്ങൾ എടുക്കുമ്പം അതിലായിട്ട് ഫോളോ ചെയ്ത് തന്നെ എടുത്തോ. നോട്ടിൻ്റെ ചെറുങ്ങനെ അങ്ങനെ ഒരു ഇഷ്യൂ ആയിപ്പോയി. പക്ഷേ ആൻസർ ഈദർ വൈസ് രണ്ടും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിലായിട്ട് ജസ്റ്റ് നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്താൽ മതി. പിന്നെ കുറച്ച് ബേസിക് നമ്മളുടെ ഇൻ്റഗ്രേഷൻ ഫോർമുലാസും സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എല്ലാം പഠിച്ച ഒരാൾക്ക് അത് ഈസി ആയിരിക്കും. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഓക്കെ, നമ്മൾ ഇത്തിരി നേരം പഠിച്ചത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആണ്. അതായത് നമ്മൾ f(x) നമ്മൾ ചെയ്താൽ ഒരു g(x) കിട്ടും, ഒരു പ്ലസ് സി ഉണ്ടാവും. പക്ഷേ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ കേസിൽ ആ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ജനറലൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ f(x) dx-ൻ്റെ ലിമിറ്റ് a to b കൊടുത്തിട്ടുണ്ടെങ്കിൽ g(x) പറഞ്ഞ സാധനം കിട്ടും. ഓക്കെ, അത് b to a ആയിരിക്കും. അപ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റാണ് ഫസ്റ്റ് കൊടുക്കൽ. ഇവിടെ അപ്പർ ലിമിറ്റ് ആരാ? b. അപ്പോൾ g(b മൈനസ് g(a) ആണ് കൊടുക്കൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇൻ്റഗ്രൽ ഓഫ് cos x dx. ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് cos x dx. cos x-ൻ്റെ ഇൻ്റഗ്രൽ എന്താ? sin x. ഓക്കെ, ലിമിറ്റ് ഉണ്ടാവും 0 to π/2 ലിമിറ്റും ഉണ്ടാവും. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് അപ്പർ ലിമിറ്റാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് അപ്പർ ലിമിറ്റ്, പിന്നെ ലോവർ ലിമിറ്റ് എക്സിന് കൊടുക്കുക. അപ്പോൾ sin π/2 വെച്ചാൽ 1 ആണ്, 0 ആണ്. ആൻസർ ഇസ് 1. ഓക്കെ, അപ്പോൾ നമ്മളതിൽ കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ x² dx, x²ൻ്റെ ഇൻ്റഗ്രൽ എന്താ? x³ ലിമിറ്റ് 3 to 2 ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കോൺസ്റ്റൻറ്റ് ടേംസിനെ വേണം പുറത്തെടുക്കാം. എക്സിന് മാത്രമേ നമുക്ക് ലിമിറ്റ് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ 1/3 പുറത്തെടുത്താൽ ഫസ്റ്റ് അപ്പർ ലിമിറ്റ്, പിന്നെ ലോവർ ലിമിറ്റ്. 3³ മൈനസ് 2³ 27 മൈനസ് 8 19 ആണ് ആൻസർ. ഓക്കെ അല്ലേ? അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. x+1 ഇൻ്റഗ്രൽ വെച്ചാൽ x+1 അത് രണ്ടാൾ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x² + 2. എക്സിൻ്റെ വെച്ചാൽ x⁻1 + 1 / 1+1. x²/2 ഉണ്ടാവും. 1 dx വെച്ചാൽ x ഉണ്ടാവും. ഓക്കെ, ലിമിറ്റ് 1 to -1 ഉണ്ടാവും. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റിയ ആൾക്കാരെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ പുറത്തേക്ക് എടുക്കണം നിർബന്ധമൊന്നുമില്ല. എടുക്കാണ്ട് നമുക്ക് ജസ്റ്റ് അപ്പർ ലിമിറ്റാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പർ ലിമിറ്റ് ഫസ്റ്റ് എക്സിന് കൊടുക്കുക, പിന്നെ ലോവർ ലിമിറ്റ് നമുക്ക് പിന്നെ എക്സിന് കൊടുക്കുക. നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ
2 ആയിരിക്കും. അത് നിങ്ങളത് ചെയ്ത് നോക്കുക. അതേപോലെ ഇതാ 1/x dx ഫസ്റ്റ് ലിമിറ്റ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ലിമിറ്റ് പിന്നെ വെട്ടിയിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ log x ആണ്. ഇത് ലിമിറ്റ് ഉണ്ടാവും 3 2 ഉണ്ടാവും. എക്സിൻ്റെ പകരം 3 കൊടുക്കുക, പിന്നെ 2 ലോവർ ലിമിറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ log a മൈനസ് log b is equal to log a/b. അത് കിട്ടല്ലേ? അതേപോലെ e raised to x, e raised to x-ൻ്റെ ഇൻ്റഗ്രൽ വെച്ചാൽ e raised to x തന്നെയാണ്. അപ്പർ ലിമിറ്റ് ഫസ്റ്റ് കൊടുക്കുക, ലോവർ ലിമിറ്റ് പിന്നെ കൊടുക്കുക. e raised to 5 മൈനസ് e raised to 4. ഈസി. ഇത് cos to x നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ cos ax പ്ലസ് b വെച്ചാൽ 1/a ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോർമലി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് അപ്പർ ലിമിറ്റ് പിന്നെ ലോവർ ലിമിറ്റ് കൊടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അത് മാറിപ്പോകാൻ വേണ്ടി പാടില്ല. നെക്സ്റ്റ്ലി അത് തന്നെയാണ്, സെയിം തിങ്, സെയിം ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാം ഒന്ന് നോക്കി വർക്കൗട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഇനിയുള്ളത് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ച് ട്രിക്കിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇത് ക്വസ്റ്റ്യൻ കാണാം. നമുക്ക് തിരിയും, നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് തിരിയും. കാരണം നമുക്ക് കണ്ടെത്താൻ തിരിയും. x⁵5 ഉണ്ട്. x⁵5ൻ്റെ ഡെറിവേറ്റീവായ 5x⁴ ഉണ്ട്. ഡിഫറൻസിയേഷൻ അല്ല എല്ലാവർക്കും നല്ല കിടെല്ലാം സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, x⁵5 x⁴n വെച്ചാൽ nx⁻n-1 അല്ലേ? അപ്പോൾ 5x⁴ ആണ് അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിനെന്താണ് ടി ആയിട്ട് എടുക്കാം. ടി ആയിട്ട് ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, ചെറുതാക്കിയാണ് ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ചെയ്താൽ 5x⁴ dt/dx ഇട്ടും dx ഇങ്ങോട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് പക്ഷേ ഇവിടെ എന്താണ് ചേഞ്ച് എന്ന് വെച്ചാൽ നോക്കിക്കോ. ഫസ്റ്റത്തെ ലിമിറ്റ് -1 to 1 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ലിമിറ്റ് അവിടെ മാറും. ലിമിറ്റ് നമ്മൾ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. അതെങ്ങനെ മാറ്റുന്നത് വെച്ചാൽ നമ്മൾ ഓക്കെ ശ്രദ്ധിച്ചോ, നമ്മൾ എക്സ് എന്നാ ഓക്കെ നമ്മുടെ ഈ ഇക്വേഷനില്ലേ, ഈ ഇക്വേഷൻ തന്നെ, ഈ ഇക്വേഷനിൽ നമ്മൾ എക്സിന് ഫസ്റ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു നോക്കും. എക്സിന് നമ്മൾ ലോവർ ലിമിറ്റായ -1 കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ അല്ലേ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ t is equal to -1 raised to 5 plus 1. -1 raised to 5 വെച്ചാൽ -1 plus 1 0. 0 ആണ് പുതിയ ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ലിമിറ്റ് അവിടെ മാറും. ഓക്കെ, -1 to 1 ഉണ്ടായത് ഇപ്പോൾ 0 ടു നെക്സ്റ്റ് എത്ര ഇവിടെ അപ്പർ ലിമിറ്റ് എന്താ ഉണ്ടായത് 1 ഉണ്ടായി, അത് എക്സിന് കൊടുത്തു. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്താ മാറ്റം ഉണ്ടാവില്ലേ, 1 raised to 5 plus 2 2 കിട്ടും. അപ്പോൾ പുതിയ ഇൻ്റഗ്രൽ നോക്കിയേ, പുതിയ ഇൻ്റഗ്രൽ എങ്ങനെയില്ല നോക്കിയേ, 0 to 2 ആണ് പുതിയ ഇൻ്റഗ്രൽ ഇല്ല, 0 to 2. പിന്നെ അതുപോലെ എന്താ ഒരു മാറ്റം വന്നേ, നമ്മളുടെ dt 5x⁴ dx-ന് dt കൊടുത്തു. 5x⁴ dx-ന് dt കൊടുത്താൽ എന്താണ് അവിടെ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ആൾ ടിയും കൊടുത്തു. അപ്പോൾ എങ്ങനെ നമുക്കുള്ളത് 0 to 2 √t dt വെച്ചാൽ എന്താണ്, റൂട്ട് വെച്ചാൽ t⁻² അല്ലേ. ഓക്കെ, t⁻²ൻ്റെ ഇൻ്റഗ്രൽ വെച്ചാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും, 3/2 ഉണ്ടാവും. 3/2നെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, പിന്നെ എന്താണ് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഏത് ലിമിറ്റ് കൊടുക്കല്ലേ, ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കും, പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കും. അപ്പോൾ 2⁵3/2 0⁵3/2. ഓക്കെ, ഇപ്പോൾ നമ്മൾ a⁵3/2 വെച്ചാൽ √a ആണല്ലോ. അപ്പോൾ √a വെച്ചാൽ a ആയി, അപ്പോൾ a√a ആണ്. അതുപോലെ 2⁵3/2 വെച്ചാൽ 2⁵2 ആണ്. അപ്പോൾ 2/3 × 2⁵2 4√2 ആൻസർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് അത് പക്കയാക്കാം. ഓക്കെ, ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണുന്ന തന്നെ നമുക്ക് ഏകദേശം തരും. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ ലിമിറ്റ് വരുന്നുണ്ടെങ്കിൽ അത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് നമുക്ക് മനസ്സിലാവില്ലേ. സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കിപ്പോൾ നോർമലി ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് തിരിയും ചെയ്യില്ലേ, നമ്മൾ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ
ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 1 + x². ഇപ്പം ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1/1 + x². അത് അവിടെ ഉണ്ടല്ലോ, അത് പ്രശ്നമൊന്നുമില്ല. നമ്മൾ അത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നല്ല വൃത്തിക്ക് നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, പാർട്ട് 1 വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് കണ്ടിട്ട് സെറ്റാക്കിയിട്ട് വരുമോ. എന്നാൽ ഡൗട്ടുള്ളവർ വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണുമോ, കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പം ടാൻ ഇൻവേഴ്സ് ബൈ 1 + x². ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഫസ്റ്റ് നമ്മൾ i = അതാണ്, അതെല്ലായിടത്തും മാൻഡറ്ററി തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് നമ്മൾ t ആയിട്ട് എടുക്കുന്നു. മറ്റേത് സെൻറ്റൻസ് ഡിഫറൻഷ്യേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് എല്ലാം കിട്ടും. നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കിട്ടി. 1/x നമ്മളവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ. ഇനി ഇവിടെ എന്താ മാറ്റം വരുത്തേണ്ടത്? നേരത്തെ ചെയ്ത പോലെ ലിമിറ്റിൽ ചേഞ്ച് ഉണ്ട്. ഇവിടെ 0 to 1 ആണ് ഇതിൻ്റെ ലിമിറ്റ് ഉണ്ടായത്. ഓക്കെ, എക്സിന് ഫസ്റ്റ് 0 കൊടുക്കും, എക്സിന് 1 കൊടുക്കും. ഏത് ഇക്വേഷനിലേക്കാണ് നമ്മളത് മാറ്റം വരുത്തൽ? ടാൻ ഇൻവേഴ്സ് എക്സ്, ഇതാ ഈ ഇക്വേഷനിലേക്കാണ് നമ്മൾ മാറ്റം വരുത്താൻ വേണ്ടി ടാൻ ഇൻവേഴ്സ് എക്സ് ടീൻ്റെ ഇക്വേഷനിൽ ഫസ്റ്റ് എക്സിന് 0 കൊടുക്കുന്നു. ടാൻ ഇൻവേഴ്സ് 0 വെച്ചാൽ 0 ആണ്. അതാണ് ഇപ്പോഴത്തെ പുതിയ ലോവർ ലിമിറ്റ്. നെക്സ്റ്റ് എക്സിന് അപ്പർ ലിമിറ്റായ 1 കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് 1 വെച്ചാൽ π/4. അപ്പോൾ പുതിയ ലിമിറ്റ് അവിടെ വന്നിട്ടുണ്ട്. എത്ര? 0 to π/4 ആണ് പുതിയ ലിമിറ്റ് വന്നിട്ടുള്ളത്. 0 to π/4 ടി ഡി ടി ആവും. എന്താണ് ടീൻ്റെ ഇൻ്റഗ്രൽ എന്താ? എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2. അതുപോലെ ടീൻ്റെ ഇൻ്റഗ്രൽ t²/2. 1/2 പുറത്തേക്ക് എടുത്തു. t² π/2 ഫസ്റ്റ് അപ്പർ ലിമിറ്റ് ഫസ്റ്റ് കൊടുത്തു, പിന്നെ ലോവർ ലിമിറ്റ് π/4² വെച്ചാൽ ഇങ്ങനെ കിട്ടി. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ഡെഫിനറ്റ്ലി വർക്കൗട്ട് ചെയ്തിട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഹിൻഡ് തരാം. നമ്മളിവിടെ ടി ആയിട്ട് എടുക്കേണ്ട ആരെടുക്കേണ്ടത്? x² + 1 ആണ് എടുക്കേണ്ടത്. ഓക്കെ, x² + 1ൻ്റെ ഡെറിവേറ്റീവ് 2x ആണെന്ന് തന്നെ അറിയാം. പക്ഷേ അതിൻ്റെ മെയിൻ പാർട്ടായ എക്സ് അവിടെ ഉണ്ടല്ലോ, 2നെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യും. നമ്മൾ ട്യൂഷന് വീഡിയോ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അത് തിരിയാത്തവർ ഒന്നും കാണുമോ, അതെല്ലാം സെറ്റാക്കിയിട്ട് എടുക്കുക. ബാക്കിയുള്ള ഇതെല്ലാം ലിമിറ്റ് മാറുന്ന കേസ്, എക്സിന് 0 കൊടുക്കുക, എന്നിട്ട് പുതിയ ലിമിറ്റ് കിട്ടും, പുതിയ അപ്പർ ലോവർ ലിമിറ്റ് കിട്ടും. ഇത് കൊടുത്താൽ അപ്പർ ലിമിറ്റ് കിട്ടും. അപ്പോൾ സെറ്റല്ലേ, ഉഷാറല്ലേ? എന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്, ഇതിൽ നിന്നാണ് മെയിൻ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഈ ഭാഗമാണ് മെയിൻ പക്ക മെയിൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എന്താണ് ലിമിറ്റ് a to b ഇൻ്റഗ്രൽ a to b f(x) dx ഇൻ്റഗ്രൽ a to b f(x) dx = a to b f(t) dt. അതിൻ്റെ എക്സാമ്പിൾ വരുമ്പോൾ തിരിയും. ഓക്കെ, അതുപോലെ ഇൻ്റഗ്രൽ a to b f(x) dx നമ്മൾ ലിമിറ്റിനെ നേരെ തിരിക്കുകയാണ്. ഇപ്പോൾ 0 to 1 f(x) dx നമുക്ക് എങ്ങനെ എഴുതാം? 0 to 1 f(x) dx നമുക്ക് -1 to 0 f(x) dx എന്ന് എഴുതാം. ഓക്കെ, അവിടെ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇൻ്റഗ്രൽ a to b f(x) dx. ഓക്കെ, ആണ് ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ ഒരു 0 to 5 f(x) dx ആണെങ്കിൽ നമുക്ക് അത് 0 to 3 f(x) dx + 3 to 5 f(x) dx. അത് ഒരു ലിമിറ്റിനെ നമുക്ക് രണ്ടാക്കി സ്പ്ലിറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെ? ഇപ്പം a to b ആണല്ലോ, a to b നമുക്ക് പോയിന്റ് എത്തണമെങ്കിൽ a to c വരെ ചെയ്തിട്ട് c to d പിന്നെ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന നെറ്റ് ആൻസർ സെയിം തന്നെ ആയിരിക്കും. അതാണ് ഇവിടുത്തെ ലിമിറ്റിൻ്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ a to b ഇത് നല്ല ലിമിറ്റാണ്. a to b f(x) dx = a to b ഇൻ്റഗ്രൽ a to b f(a + d - x dx a + b - x dx. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇത് വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ വേറെ തന്നെയാണ് തോന്നുന്നു നമുക്ക്. ഓക്കെ, ഇത് അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, 0 to a f(x) dx വരുമ്പോൾ എന്താ ചെയ്യല്? ഓക്കെ, 0 to a f(a - x) ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? a - x ജസ്റ്റ് ചെയ്താൽ മതി. ഈസിയല്ലേ? ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. 0 to 2 a f(x) dx = 0 to a f(x) dx + 0 to a f(
2a മൈനസ് ഇത് അധികം നോക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും അധികം വരാത്തതാണ്, അതുകൊണ്ട് അധികം നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് നോക്കി വെക്കുക. പക്ഷെ ഇത് നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇൻ്റഗ്രൽ -a to a അല്ലെങ്കിൽ -π/2 to π/2 അത് കുറേ ആൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇൻ്റഗ്രൽ -π/2 to π/2 f(x) dx. ഇതിങ്ങനെ വന്നാൽ നമ്മളെങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? ഓക്കെ, ഇതിൽ 2 കേസ് ഉണ്ട്. ഒന്ന് അവൻ ഈവൺ ആണെങ്കിൽ ഒരു കേസ് ഉണ്ടാവും. ഇതാണ് ഈവൻ്റെ ഒരു കേസ്. ആണെങ്കിൽ ഒരു കേസ് ഉണ്ടാവും, അതുപോലെ ഓടാണെങ്കിൽ വേറെ കേസ് ഉണ്ടാവും. അത് നല്ലവർക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, ഈവൺ ആണെങ്കിൽ ഒരു കേസ് ഉണ്ടാവും, ഓടാണെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ വേറെ കേസാണ്. ഇവൻ f(x) ഒരു ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. അതിൻ്റെ റിസൾട്ട് 2 × 0 to a f(x) dx. ഈസി. -a to a f(x) dx. ഓക്കെ, അതിൽ ഈ f(x) ഈ ചെങ്ങായി ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ ഓക്കെ അവൻ്റെ ഇൻ്റഗ്രൽ 2 0 to a f(x) dx. നേരെ മറിച്ച് അവന് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഡയറക്റ്റ് 0 കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉദാഹരണത്തിന് ഈവൺ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈവൺ ഫംഗ്ഷൻ്റെ പ്രത്യേകത ഓക്കെ, നമ്മൾ f(x) cos x എടുക്കുന്നു, f(-x) എടുക്കുന്നു. ഓക്കെ, അപ്പോൾ cos (-x) ആവില്ലേ? cos (-x) എന്താ? cos x-ൻ്റെ പ്രത്യേകത എന്താ? cos (-x) cos x itself. അപ്പോൾ f(x). അപ്പോൾ കണ്ടീഷൻ എന്താ? ഈവൺ ആവേണ്ട കണ്ടീഷൻ ഇതാണ്. ഈവൺ ആവേണ്ട കണ്ടീഷൻ f(-x) f(x). അങ്ങനെയാണെങ്കിൽ അവൻ ഈവൻ ഫംഗ്ഷൻ. ഓക്കെ, വേറൊരു ഈവൻ ഫംഗ്ഷൻ വെച്ചാൽ x2 -x2 x2 സെയിം അല്ലേ? ഓക്കെ, അതുകൊണ്ട് അതൊരു ഈവൻ ഫംഗ്ഷനാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമുക്ക് sin x കേസ് എടുക്കാം. g(x) sin x. അപ്പോൾ g(-x) sin (-x). പക്ഷേ sin (-x) വെച്ചാൽ sin x അല്ല, sin x ആണ്. cos (-x) cos x. ബട്ട് sin (-x) sin x. അപ്പോൾ g(-x) -g(x). അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആവേണ്ട കണ്ടീഷൻ എന്താ? g(-x) -g(x). അപ്പോൾ അതിനൊരു ഓഡ് ഫംഗ്ഷനാണ്. ഇപ്പോൾ ഡയറക്റ്റ് അന്ന് അതിൻ്റെ പ്രോബ്ലം കൂടി ചെയ്താൽ അത് അപ്പം തന്നെ മൈൻഡിലിരിക്കും. നമുക്ക് അതിൻ്റെ പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രോബ്ലം വരുന്നത്. ഇൻ്റഗ്രൽ -π/2 π/2 ഉണ്ട് sin raised 7x dx. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കേണ്ടത്. ഇതിപ്പോൾ -a to a ഏത് ഫോർമാറ്റിലല്ലേ? -8 നമ്മൾ വീണ്ടും അടിച്ച് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. -a to a -a to a f(x) dx ഫോർമാറ്റിലുള്ളത്. ഇവൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇവൻ്റെ റിസൾട്ട് ഇങ്ങനെ, ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ f(x) എന്താ? f(x) വെച്ചാൽ sin raised 7x, അതായത് sin x raised 7 അല്ലേ? ഇനി നമ്മൾ f(-x) എടുക്കുന്നു. f(-x) എന്താ? sin (-x) raised 7 അല്ലേ? അപ്പോൾ sin (-x) എന്താ? -sin x. ഇപ്പോൾ raised 7 ഉണ്ട്, ഉണ്ടായ കുഴപ്പമില്ല. -7 raised 7x -sin raised 7x. അപ്പോൾ എന്തായി? f(-x) -f(x) എന്ന രീതിയിലല്ലേ? sin raised 7x എന്താ? f(x). sin raised 7 എന്താ? f(x). ഓക്കെ, അപ്പോൾ -f(x) കിട്ടും. ഹെൻസ് അവനൊരു ഓഡ് ഫംഗ്ഷനാണ്. നമ്മൾ പണി വേഗം കഴിയും. ആൻസർ ഇസ് 0. ഈസി. വേഗം പരിപാടി കഴിഞ്ഞു, നമുക്ക് വേഗം പോവാം. ഓക്കെ, ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടി ചെയ്യേണ്ടത്. ഓരോരോ എക്സാമ്പിൾ കൂടി ഉണ്ട്. -1 to 1 -a to a sin raised 5x cos raised 4x. ഓക്കെ, ഇതിനൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ഇതിനൊരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയാൽ f(x) sin raised x 5 cos raised 4.
കോസ് എക്സ് റേസ് ടു 4. എഫ് ഓഫ് മൈനസ് എക്സ് കൊടുത്താൽ മൈനസ് സൈൻ റേസ് ടു എഫ് ഇട്ടു, കോസിനൊരു മാറ്റം ഉണ്ടാവില്ല. അതായത് ഇങ്ങനെ ഉണ്ടാവും. ഇതെന്താണ്? ഇതിപ്പോൾ എന്താണ്? എഫ് ഓഫ് എക്സ് അല്ലേ? എഫ് ഓഫ് എക്സ് ആണ് അവൻ. ഓക്കെ, അതുകൊണ്ട് അത് -5. അപ്പോൾ നമുക്കിതാ ഇതിലേക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഹെൻസ് ആൻസർ 0. വേഗം പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇവനിപ്പോൾ ഒരു ഈവൻ ഫംഗ്ഷൻ ഇവിടെ തന്നിരിക്കുന്ന ഇവനൊരു ഈവൻ ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കിയാലോ വന്നാൽ -π/2 π/2. ഓക്കെ, അതായത് -a/2a sin square x dx. ഓക്കെ, ഇവൻ ഓഡ് ഫംഗ്ഷൻ ആയാൽ ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് ഇവൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മളിത് ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യൽ എഫ് ഓഫ് എക്സ് ഇസിക്വൽ ടു നമുക്ക് തന്ന ഫംഗ്ഷൻ നമ്മൾ എഴുതുക. എഫ് ഓഫ് എക്സ് നമ്മൾ തന്ന ഫംഗ്ഷൻ എഴുതി. ഓക്കെ, സൈൻ സ്ക്വയർ എക്സിന് സൈൻ എക്സ് റേസ് സ്ക്വയർ എഴുതി. ഇനി -x കൊടുത്തു. -x കൊടുത്താൽ സൈൻ ഓഫ് -x എന്താ? സൈൻ ഓഫ് -x എന്താ? -sin x. ഓക്കെ, -sin x-ൻ്റെ സ്ക്വയർ വരുമ്പോൾ എന്താവല്? മൈനസ് പോകും. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് ആണ് കിട്ടല്. അപ്പോൾ എഫ് ഓഫ് -x ഇസിക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ അവനൊരു ഈവൻ ഫംഗ്ഷനാണ്. ഹെൻസ് ഓൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് ഓൻ്റെ റിസൾട്ട് വരിക. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഐ മാറ്റി എഴുതിയിട്ട് 2 × 0 to a ആയി. -a to a ഉള്ളത് 0 to a. പിന്നെ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് വെച്ചാൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സിൻ്റെ വേറൊരു ഇതുണ്ട്. ഓക്കെ, ഇത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ വരുന്നതാണ്. നമ്മൾ ഇങ്ങനെയാണ് പഠിക്കാറ്. എന്താ? 1 - cos x. 1 - cos x = 2 sin square x ആണ്. അതേപോലെ 1 - cos 2x വെച്ചാൽ sin square x. അതിന് 2 പുറത്തേക്ക് എടുത്താണ്. ഓക്കെ, അതാണ് ഇവിടെ വന്നിട്ടുള്ള കേസ്. സൈൻ സ്ക്വയർ എക്സിന് നമ്മൾ എങ്ങനെ എഴുതി? 1 - cos square x/2 എന്ന് എഴുതി. ഒരു ഡൗട്ടുള്ളല്ലോ. ഓക്കെ, ഇനി ജസ്റ്റ് നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. സബ്ട്രാക്ഷൻ വരുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് പോയി, ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് പോയി. 2 × 2 കൂടെ കട്ടാവുന്നുണ്ട് കേട്ടോ. 2 × 2 കൂടെ കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, നൈസ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. x1ൻ്റെ ഇൻ്റഗ്രൽ വെച്ചാൽ x ആണ്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. cos 2x. ഇപ്പോൾ 1/2 വെച്ച് ഇൻറ്റു ചെയ്തിട്ട് കോസിൻ്റെ ഇൻ്റഗ്രൽ 2z കൊടുക്കുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. നമുക്ക് ആൻസർ ഫൈനൽ ആൻസർ ഇടുന്നത് ഇങ്ങനെ വരും. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇങ്ങനെ വരും, ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇങ്ങനെ വരും. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതുപോലെ 0 വന്നിട്ട് വേഗം പരിപാടി ആയി. ഓക്കെ, ശരി, നമ്മൾ കുറച്ചും കൂടി ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, അതായത് നമ്മളിപ്പോൾ മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയല്ലേ? യെസ്. 0 to π/2 sin cube x divided by sin cube x plus cos cube x dx. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സെറ്റാക്കി തരാം. ഓക്കെ, അപ്പോൾ തന്ന ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ എഴുതി? ഐ ഇസിക്വൽ ടു ഇട്ടിട്ട് എഴുതി കൊടുത്തില്ലേ? ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു വെച്ച ഫോർമുലയാണ് ഏത് ഈ ഫോർമുല. ഇതാണ് നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, 0 to a f of x dx is equal to 0 to a f of a minus x. അതായത് അപ്പർ ലിമിറ്റിലെ a minus x ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്താ കേസ് വരുന്നത്? ഓക്കെ, അപ്പോൾ സൈൻ റേഷ്യത്തിൽ ഇത് ഇങ്ങനെ ഇൻ്റഗ്രൽ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എങ്ങനെ വേണം? a minus x, അതായത് π/2 - x ആണ് ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, π/2 - x അതാണ്. എക്സിന് പകരം π/2 - x. അപ്പോൾ സൈൻ π/2 - x എന്താ? cos x. cos π/2 - x എന്താ? sin x. പക്ഷേ ഇവിടെ റേസ് ടു 3/2 ഉണ്ടായതുകൊണ്ട് റേസ് ടു 3/2 ആണ് കൊടുക്കണം. ഓക്കെ, ഇതിന് നമ്മൾ ഇത് ഇങ്ങനെ ആക്കി എഴുതിയാണ്. ഇതാണ് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കേണ്ടത്. ഇതാണ് സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, രണ്ട് ഇക്വേഷനായിട്ട് ഇത് നമ്മൾ ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ ഇക്വേഷൻ. ഇത് നമുക്ക് ഇങ്ങനെ ഇൻ്റഗ്രേഷൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻ. ഈ രണ്ട് നമ്മൾ പ്ലസ് ചെയ്യുക. അപ്പോൾ 2i നമ്മൾ പ്ലസ് ചെയ്താൽ നമുക്ക് എങ്ങനെ ഉണ്ടാവില്ലേ? ഡിനോമിനേറ്റർ നോക്ക്. 2ന് ഡിനോമിനേറ്റർ നോക്കിയാൽ 2ന് ഡിനോമിനേറ്റർ നോക്കിയാൽ സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ്. cos 3/2 x plus sin 3/2 x.
ഓക്കെ, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അഡീഷൻ ചെയ്യുമ്പോൾ സൈൻ 3/2x പ്ലസ് കോസ് 3/2x ഡിവൈഡ് ബൈ സെയിം ഡിനോമിനേറ്റർ എല്ലാം ഉണ്ടാവില്ലേ? അപ്പോൾ മേലെയും താഴെയുള്ള ടേംസ് സെയിം ആണ്, നമുക്ക് കട്ടായിക്കൂടെ? അപ്പോൾ 1dx വരും, 1ൻ്റെ ഇൻ്റഗ്രൽ എന്താ എക്സ് വരും, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് π/2 - 0 കിട്ടും. അതായത് 2i = π/2 - 0. അപ്പോൾ i = π/4. ഇതാണ് നമ്മളുടെ മോഡലിന് 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇതുപോലെ തന്നെ മേലെയും ഏകദേശം ഇതേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. സെയിം തിങ് ഇതാ, അപ്പർ ലിമിറ്റ് 0 to a ഉണ്ടെങ്കിൽ അത് എക്സിന് മാറ്റിയിട്ട് a - x എഴുതി കൊടുത്താൽ മതി, ഒരു മാറ്റമില്ല. അപ്പോൾ അത് കട്ടായി വരും. ഓക്കെ, അപ്പോൾ അത് 1 വരും, സെയിം ആൻസർ. ഇവിടെ അതന്നെ സംഭവിക്കുന്നത്, 0 to a വരുമ്പോൾ അവിടെ മാറ്റി കൊടുത്താൽ മതി. അത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ എല്ലാ ടോപ്പിക്സും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാം നല്ല വൃത്തിക്ക് പറഞ്ഞ പോലെ എല്ലാ ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ നമുക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല. ഫുൾ മാർക്ക് ഇൻ്റഗ്രേഷൻ കിട്ടും. 7 to 8 മാർക്സ് നമുക്ക് ഷുവറായിട്ട് നമ്മളെ കയ്യിലെത്തും. ഓക്കെ, എല്ലാ ഷോർട്ട് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ കേസില്ല, പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ എല്ലാം നമ്മൾ പക്കാ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ പാർഷ്യൽ ഫ്രാക്ഷൻസിലാണെങ്കിലും ഒന്നും വിട്ടിട്ടില്ല. നമ്മൾ എക്സ്ട്രാ നല്ല ഇമ്പോർട്ടൻ്റ് ആയ യുണീക്ക് റെയർ ക്വസ്റ്റ്യൻ വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഇൻ്റഗ്രേഷൻ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ഓട് എങ്ങനെയാണ് വരുന്നത്, ഈവൻ ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത് എല്ലാം നമ്മൾ നല്ല വൃത്തിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നിങ്ങളിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് വെച്ചാൽ 0 ഇതാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടത്. 0 to ഏതാ നമ്മൾ മോഡലിനെ ചോദിച്ചാൽ എക്സാമ്പിൾ എത്ര ഈസിയാണ് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? എത്ര ഈസിക്ക് നമ്മൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ e⁻x sin x ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ sin x ആണ് ഫസ്റ്റ് എടുക്കേണ്ടത്. പക്ഷേ e⁻x എടുത്താലും സെയിം റിസൾട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വരുന്ന ദിവസങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഈ വീഡിയോസ് എല്ലാം ഒന്നും കൂടി റീവൈൻഡ് ചെയ്ത് കാണുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.